ഇതൊരു കഫേയാണ് കേട്ടോ, കഫേയും റിസോർട്ടും കൂടിയാണ്. നമ്മളിവിടെ വന്നതിന്റെ ഓർമ്മയ്ക്കായിട്ട്. ഹാപ്പി ഹാപ്പി. ഹലോ, വെൽക്കം ടു ബുൾഗേറിയ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എവിടാന്ന് അറിയാല്ലേ? ഗോഷലാണ്. ഇത് ദിൽജൻ സിറ്റിയിൽ തന്നെ ഉള്ള വേറൊരു കുഞ്ഞു സിറ്റിയാണ് ഗോഷ എന്ന് പറയുന്നത്. ദിൽജനിൽ നിന്ന് ജസ്റ്റ് 20 minutes ഡ്രൈവ് ആണ് നമ്മൾ ഗോഷിലേക്ക് എത്താം. അതായത് 20 കിലോമീറ്റർ. എക്സാക്ട്ലി. ഇന്ന് നമ്മളൊരു വലിയ ട്രിപ്പ് പോകാൻ പോവുകയാണ്. അതായത് ഇവിടുന്ന് നമ്മൾ ആദ്യം ദിൽജാൻ മൊത്തം ഒന്ന് ചുറ്റി കാണണം, അതുപോലെ ദിൽജാൻ നാഷണൽ പാർക്ക് കാണണം. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് 7 ലേക്കിലേക്കാണ്. 7 ലേക്കിൽ എന്തൊക്കെയുണ്ട് കാണാൻ. അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്താന്നുള്ളത്. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒന്ന് 7 ലേക്ക് കണ്ടു, പക്ഷെ അത് പോരാ, അത് കഴിഞ്ഞില്ല. അവിടെ തന്നെ ഒരു നല്ല മൊണാസ്ട്രി ഉണ്ട്. നമ്മൾ ലേറ്റ് ആയത് കാരണം നമ്മൾ നേരത്തെ തിരിച്ചു വരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 6-6:30 ആയിരുന്നു. 6-6:30 എന്ന് പറഞ്ഞാൽ എന്താ ലേറ്റ് എന്ന് ചോദിക്കും. അത് ലേറ്റ് അല്ല, ആക്ച്വലി 5 o'clock കഴിയുമ്പോൾ ഇരുട്ട് വീണ് തുടങ്ങും. പിന്നെ നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നറങ്ക് എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് അടുത്ത പോകുന്നത്. അതായത് സദേൺ അർമേനിയ. നമുക്കറിയില്ല അവിടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന്. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് പൊളിയായിരുന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക്. അത് കഴിഞ്ഞ് ഇന്നത്തത് അതിനേക്കാൾ അഡ്വഞ്ചറസ് ആയിട്ടൊരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ കീപ് സപ്പോർട്ടിങ് അസ്. നമ്മളെ നാടൻ പയർ കേട്ടോ, പയറും പൊട്ടക്കഴും. കുറച്ചും കൂടി വലിയ സൈസ് അല്ലേ? വലിയ സൈസ് പയർ. കഴിച്ചു നോക്കാം. നമ്മളെ മൊത്തം പച്ചക്കറിയാണ്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാം വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. മീറ്റ് അവർ അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാതെ എഗ്ഗ് വെച്ചുള്ള പരിപാടികളാണ്. മോർണിംഗ് നമ്മള് ദിൽവറ്റയ്ക്ക് ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയ അടിപൊളി ഒരു സ്റ്റേ ആയിരുന്നു. കുറച്ചും കൂടിയൊക്കെ സമയം സ്പെൻഡ് ചെയ്യണം അവിടെ അല്ലേ? നമ്മൾ നൈറ്റിൽ വന്ന് രാവിലെ 10 മണിയാകുമ്പം ഇറങ്ങുന്നു. ചെസ് ബോർഡ് കണ്ട ഇതേണൊക്കെ തുറന്ന് കരസ്ഥമാക്കണം. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. താങ്ക് യു. ഓക്കെ, ഒരുപാട് ഗെയിംസ് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ, അടിപൊളി. പുള്ളിയാണ് എൻ്റെ മുതലാളി. അയ്യോ, നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ കണ്ട ഇത്രയേ ഉള്ളു, പക്ഷെ അകത്തോട്ട് കയറിയപ്പോൾ എന്തൊക്കെ കണ്ടില്ലേ. മുതലാളിയാണ്. ബൈ. വണ്ടിയില്ലേ, ഇവിടുന്ന് ഓഫ് റോഡ് പോണ വണ്ടിയാ. അടിപൊളി അടിപൊളി. സ്റ്റേക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ അതിന്റെ ബുക്ക് ഇരിക്കുന്നുണ്ട്. ബട്ട് ആസ് ഓൾവേസ് വി ഡോണ്ട് ഹാവ് ടൈം. ഇവിടെ എത്തിപ്പെടാൻ ഒരു പാടാണെങ്കിലും പാടല്ല, പക്ഷെ ചെന്നപ്പം കണ്ടില്ലേ എന്ത് കാഴ്ചകളാണ്. നെക്സ്റ്റ് പാഴ്സയിലേക്ക് കാണാൻ പോവുകയാണ്. ഇന്നലെ നമ്മള് രാത്രി വരാൻ നേരത്തെ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. ഇന്നലെ എങ്ങനെയോ കേറി വന്നത്. എന്റെ അമ്മ ആഴം കണ്ട, കുത്തനെയുള്ള ഇറക്കവും ഭയങ്കര കയറ്റമൊക്കെ ആയിരുന്നു ഇന്നലെ വന്നപ്പോ നമുക്കിത് കണ്ടപ്പം ഇരുട്ടും കൂടെ ആയതുകൊണ്ട് വലിയ ഫീലിംഗ് ഉണ്ടായില്ല. പക്ഷെ ഇപ്പം മനസ്സിലായി. ഓഫ് റോഡ് പോകരുതെന്നൊക്കെ പറഞ്ഞതാ, പക്ഷെ നമ്മൾ ഓഫ് റോഡ് പോയില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡസ്റ്റർ പോലെ ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി എടുത്താൽ. നമുക്കറിയാം നമ്മൾ വരുമ്പോൾ അവസാനം ചെന്ന് വിടുന്ന ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിരിപ്പത്ര ശരിയൊന്നുമില്ല. അപ്പോൾ ഹിയർ വി സ്റ്റാർട്ട്. ഈ ദിൽജൻ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഗോഷ് കഴിഞ്ഞ് ദിൽജൻ ക്രോസ് ചെയ്യുകയാണ്. ഈ ദിൽജൻ വേറൊരു പേരും കൂടെ ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഓഫ് അർമേനിയ. അർമേനിയയുടെ സ്വിറ്റ്സർലൻഡ് എന്നും കൂടെ പറയപ്പെടുന്ന സ്ഥലമാണ് ഈ ദിൽജൻ. അതിന് കാരണം ഇതിന്റെ തന്നെ ഈ ഭൂപ്രകൃതിയാണ്. നേച്ചർ അതിന്റെ എക്സ്ട്രീം ബ്യൂട്ടിയിലാണ് എപ്പോഴും ഇവിടെ കാണപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രീനറി, കംപ്ലീറ്റ്ലി ഗ്രീൻ ആയിരിക്കും. ഒരുപാട് കൗസിനെ കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു പ്രത്യേക ഭംഗിയില്ലേ, അത് തന്നെ ഇവിടെയും കാണാൻ പറ്റും. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ദ വെദർ ദർ. അപ്പം ഇവിടെയും നമുക്ക് നോക്കാം, ഇപ്പോഴെല്ലാം ഡ്രൈ ആയി കിടക്കുന്നത്, അല്ലെങ്കിൽ അത് കാരണം ഇവിടെ വിന്റർ സീസൺ ആണ്. ഒരുപാട് ഐസ് വീണ് ഗ്രീൻ കളർ തന്നെ പോയി നിൽക്കുക. പക്ഷേ ഇത് ഗ്രീൻ ആയി കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് എക്സാക്ട്ലി ലൈക്ക് ദാറ്റ് ഓഫ് സ്വിറ്റ്സർലൻഡ്. ഇപ്പൊ നാട്ടില് നമ്മുടെ കാശ്മീരിൽ പോയി കഴിഞ്ഞാൽ ബേസൻ വാലി സ്വിറ്റ്സർലൻഡ് ആന്ന് പറയും, സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ എന്ന് പറയും. അവിടെ കാണുന്നതും ഗ്രീനറി തന്നെയാണ്. അർമേനിയയുടെ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത് ദിൽജൻ ആണ്. ഇപ്പൊ ഗ്രീൻ അല്ല, കാര്യം ഇറ്റ്സ് എ വിന്റർ സീസൺ. നമ്മള് പാഴ്സ ലേക്കിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടോ, ചെല്ലുന്നതിനനുസരിച്ച് മഞ്ഞും കൂടി ഓടി വരിക. അതെ, സ്നോ കൂടി കൂടി വരുന്നു. ഹോസ്റ്റലിൽ നിന്നപ്പോ ഈ ഒട്ടും മഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സംഭവം കഴിഞ്ഞു. പക്ഷെ ഏതാണ്ട് വീണ്ടും അതേ സിറ്റുവേഷൻ ആയി. ഗെറ്റിംഗ് വൈറ്റർ ആൻഡ് വൈറ്റർ.
നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, പാഴ്സെ ലിഷ്, അതല്ലെങ്കിൽ പാഴ്സെ ലേക്ക്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ദിൽജൻ നാഷണൽ പാർക്കിൽ തന്നെയാണ് ഈ പാഴ്സെ ലേക്ക്. ഇതാണ് പേഴ്സ് ലേക്ക്. താറാവിനെ കയറി ഇരിക്കാനുള്ള അടുക്കള കൂട് കണ്ടോ? അവരെല്ലാം ഇങ്ങോട്ട് വരുന്നേട്ടോ, കയ്യിലെല്ലാം ഉണ്ട്. അവിടെല്ലാം നമ്മളടുത്തോട്ട് വരിക, ഫുഡ് കൊടുക്കാനായിരിക്കും മിക്കവാറും. നമ്മുടെ കയ്യിലൊന്നും ഇല്ല. ഇല്ല ഇല്ല ഇല്ല, ഇങ്ങോട്ട് വരണ്ട. ഇതെല്ലാരും ഒന്നിച്ചു കിടക്കുള്ളൂ. എന്തുദ്ദേശം നമുക്കാണെങ്കിൽ എന്തിന്റെയൊന്നും കൊത്തൊന്നും പിടിയും കിട്ടും. ഈ പാർക്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മളെ രണ്ടുപേരേ ഉള്ളു. ഇത്രയും രാവിലെ ആരാ വരെ അല്ലെങ്കിൽ ഒരുപാട് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഒരുപാട് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. For 2 people 30 minutes 4000 AMB. ഇവിടെ കണ്ട റേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രോൺ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കും. ഇവിടെ ഡ്രോൺ ഫോട്ടോ എല്ലാം എടുത്തു കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആക്ടിവിറ്റി എല്ലാം സമ്മർ ടൈമിലാണെന്ന് തോന്നുന്നു കേട്ടോ. ചേട്ടാ ഇതെല്ലാം ഇപ്പം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നു. അതെ അതെ, ഇവിടെ എല്ലാം കണ്ട ഒരുപാട് കടകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ മേളിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്നു പോവാം. സിപ്പ് ലൈൻ ഓപ്പൺ ആണ് കേട്ടോ, പക്ഷെ ഇവിടെ ആരും ഇല്ല. എനിക്കത് ഇങ്ങനെ ആളുകൾ വരുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഫുഡ് കിട്ടുന്നത്. അതാണ് ഇവരിങ്ങനെ നമ്മുടെ അടുത്ത് ആരെ കണ്ടാലും അവർ ഓടി വരിക. വരുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ ഫുഡ് വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല, വാങ്ങി കൊടുക്കായിരുന്നു. മേടിച്ചു കൊടുക്കാറുണ്ട്. എക്സ്ക്യൂസ് മീ, can I have some? കുറച്ച് ഫുഡ് നമുക്ക് കിട്ടി, കൊടുക്കുക. അവിടെ നമ്മൾ വാങ്ങി കൊട്ടിട്ടോ. താങ്ക് യു. ഓടി വരുന്നുണ്ടോ? ഫുഡ് കൊടുക്കണമെന്നുള്ള ആഗ്രഹം തീർന്നില്ല. പാവത്തുങ്ങൾക്ക് തരാൻ മനസ്സിലൊക്കെ തോന്നി, അതുകൊണ്ട് കിട്ടി. ഇവിടെ ഒന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല കേട്ടോ, അങ്ങനെ പറ്റുമെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ. അടുത്തടുത്തോട്ട് പോയാലോടെ. നാഷണൽ പാർക്ക് അല്ലേ? ഇതും ഒരു നാഷണൽ പാർക്ക് തന്നെയാണ്. ദിൽജൻ നാഷണൽ പാർക്ക് അത് ഇനി വേറെണ്ണം കൂടെ ഉണ്ട്. ഇതൊരു 1.5 കിലോമീറ്റേഴ്സും കൂടെ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നാഷണൽ പാർക്കിലോട്ട് പോകാം. കയറിക്കും. വീട് തിരിഞ്ഞു പോയി, തല തിരിഞ്ഞ വീടായിപ്പോയി. ഏതായാലും കൊള്ളാമല്ലേ, ഇതൊരു നല്ലൊരു വ്യൂ. VK കഫേ, ഇറ്റ് ലുക്സ് ഗുഡ്. ഇതൊരു കഫേയാണ് കേട്ടോ, കഫേയും റിസോർട്ടും കൂടിയാണ്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആർമേനിയയുടെ തന്നെ ഏറ്റവും ചരിത്രമുറങ്ങുന്ന മറ്റൊരു മൊണാസ്ട്രിയിലോട്ടാണ്, ഹക്കാട്സൻ മൊണാസ്ട്രി. വേറൊരു ഫീലില്ല ഇവിടെ വന്നപ്പോ. നല്ല ചൂട്. ഈ തണുപ്പത്ത് സത്യം പറഞ്ഞ ഈ ചൂട് നമുക്ക് ഒന്നും ഫീലാവുന്നില്ല. കൈ പുള്ളിയെ കൂടി അറിയത്തില്ല. ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളാ കേട്ടോ. പറഞ്ഞിട്ട് കാര്യമല്ല, ഒന്നും നമുക്ക് എന്താണ് എന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടുത്തെ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഇൻ ദ സെൻസ് 2011 വരെ ഈ മൊണാസ്ട്രി എന്നല്ല, അർമേനിയയിലെ ഒരുവിധപ്പെട്ട എല്ലാ മൊണാസ്ട്രികളും തകർന്നു കിടക്കുകയായിരുന്നു. അർമേനിയ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്, അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മൊണാസ്ട്രി ഒരുപാട് വട്ടം തകർക്കപ്പെട്ടതാണ്, അത് പലവട്ടം റെനോവേറ്റ് ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ പോകുന്നതിന് വേറൊരു റീസണും കൂടെയുണ്ട്. മറ്റുള്ള മൊണാസ്ട്രി പോലെ തന്നെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഇതിനൊരു യൂണിവേഴ്സൽ ബ്രദർഹുഡിൻ്റെ സ്റ്റോറി പറയാനും കൂടെയുണ്ട്. ഒരു ക്രിസ്ത്യൻ മൊണാസ്ട്രി ആയിരുന്നിട്ട് കൂടി ഈ മൊണാസ്ട്രിയുടെ റെനോവേഷന് ഹെൽപ്പ് ചെയ്തത് ഷാർജ ഷെയ്ഖാണ്. ഷാർജ ഷെയ്ഖായ സുൽത്താൻ ബിൻ അഹമ്മദ് അൽ ഖാസ്മിയാണ് മൊണാസ്ട്രിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എത്തിക്കാനും ഹെൽപ്പ് ചെയ്തത്. നല്ല തണുപ്പാണ്. ഏതോ മരം പട്ടുപോയിട്ട് നിൽക്കുന്നുണ്ടോന്നല്ലേ തന്നെ. പക്ഷെ എന്നിട്ട് അതിൻ്റെ ഒരു ഭംഗി നോക്കാം, പട്ട് പോയതിന് ശേഷം അതിൻ്റെ ഒരു ഭംഗി നോക്കല്ലേ.
വെറും ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? വെറും തോട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് പൊള്ളയാ. സുവനീർ കോയിൻ കിട്ടും കേട്ടോ. വാവ്, ഇത് സംഭവം അടിപൊളിയാണല്ലേ. സുവനീർ കിട്ടി. നമ്മളിവിടെ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഹാപ്പി ഹാപ്പി. നമ്മൾ അതിനോടൊപ്പം തന്നെ വേറൊരു സുവനീറും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അർമേനിയൻ ആൽഫബറ്റ്സ് ആണ്. നാഷണൽ പാർക്കിലാണ് ഈ മൊണാസ്ട്രിയും കാണുന്നത്. ഇനിയുണ്ട് ഇവിടെ കുറേ കാണാനുണ്ടല്ലേ. നമുക്ക് ഇനി പോയാലടെ ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. ഇവിടുത്തെ റിസർവിനെ എല്ലാം രക്ഷിക്കുന്ന ഒരു പ്ലേസാണ് ഈ ദിൽജൻ നാഷണൽ പാർക്ക്. ഒരുപാട് ഫ്ലോറയും ഫോണയും ഒക്കെ ഉണ്ട്. എന്തുവാ ചോക്ലേറ്റാ? ട്വിക്സ്റ്റാ, വേറെ ഒന്നും കയ്യിലില്ല. ഓക്കെ, ഇച്ചിരി കൊടുത്തോട്ട് വിശക്കതിന്. ഡയബറ്റിക് ആവും. അവനങ്ങനെ ഡയബറ്റിക് ആവത്തില്ല. പോയി. പൊളി എക്സ്പീരിയൻസ്. അർമേനിയയുടെ പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്ര നമ്മളിവിടെ തുടരുകയാണ്.